മെയിൻ റോഡിന് വളരെ അടുത്തായിട്ട്, അതും നല്ലൊരു വില്ല പ്രൊജക്റ്റില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്. ആ വീട്ടില് ലിവിംഗ് സ്പേസ് വലുതായിരിക്കണം, ഡൈനിങ് വലുതായിരിക്കണം, കിച്ചൺ വേണം, 2 ബെഡ്റൂമുകൾ താഴെയും 2 ബെഡ്റൂമുകൾ മുകളിലും വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റിയൊരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവരുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് 2020-ലാണ് ഈ കാണുന്ന വീട് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമാണ്. ചുറ്റിനും 2 സൈഡിലും വീടുകളാണ്. അവിടെയെല്ലാം ആളുകൾ താമസമായതാണ്. വീട്ടിലൂടെയാണ് റോഡ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതിന് നടുവിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വീതിയുള്ള വഴിയാണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4,250 സ്ഥലം വരുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. 2,100 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്കും ഇൻഫോ പാർക്കിലേക്കും 12 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 15, കളമശ്ശേരി കുസാറ്റിലേക്കും 11, ആലുവയിലേക്കും 11. നിങ്ങൾക്ക് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ. അപ്പൊ മനസ്സിലായല്ലോ, എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഭംഗിയായ എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പ്രൊജക്ഷൻസോ അഡീഷണൽ വർക്കുകളോ ഒന്നും കൊടുത്ത് വൃത്തികേടാക്കാതെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, PVC പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, സിലിണ്ടറിക്കൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് പെയിന്റിനായിട്ട് കൊടുത്തിരിക്കുന്നത്. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയ ഡിസൈൻ ആണ്. ഇടയ്ക്ക് GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഗേറ്റിന് നമുക്ക് ലേസർ കട്ട് ഡിസൈൻ ആണ്. മെയിൻ ആ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഇനി ആ ഒരു ഷീറ്റ് വർക്ക് കൂടെയാണ് ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. അതുകൂടെ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നേരെ കടന്നു വരുന്നത് വലിയൊരു മുറ്റത്തേക്കാണ്. ഇവിടെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ 1ാമത്തെ കാർ പാർക്ക് ചെയ്യാം. 2ാമത്തെ കാർ ആ കാണുന്ന ഓപ്പൺ സ്പേസിലും അത്യാവശ്യം നല്ല സ്പേസ് 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഭംഗിയായ ഓർഡറിൽ ഒരു ലൈൻ മോഡലിലാണ് ഗ്രാസ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ആ 2ാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഓപ്പൺ സ്പേസിലൂടെ ഒന്ന് പോയി നോക്കാം. കോർണർ ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ചെടി നടാൻ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പെബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമ്മളുടെ ഒരു പാഷവ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നും കൂടെ ആക്സസ് കിട്ടുന്ന രീതിയിലാണ് പാഷവ് ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ കാർപോർച്ചിന്റെ സൈഡിലൂടെ റൈറ്റ് ഭാഗത്ത് നോക്കുവാണെങ്കിൽ അവിടെയാണ് കിണർ വരുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കിണറാണ്. അതിനെ കണ്ടിന്യൂ ചെയ്തുള്ള ഏരിയ നേരെ ബാക്കിലേക്ക് പോവുകയാണ്. അവിടെയും സെറ്റ് ബാക്ക് ഉണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പുകളാണ് ആ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടില് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡോർ വന്നിട്ട് ഇങ്ങനെയാണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം. വെസ്റ്റ് ഫേസിംഗ് ആണ്. നമുക്ക് ഇതുപോലത്തെ ഒരു മോഡലും ഡിസൈനിലും 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത്. മരങ്ങളൊക്കെ നോക്കിയാൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. മെയിൻ ഡോർ തുറന്നു ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ വരുന്നത്. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 14.5 അടി നീളവും 9 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ താഴെ വിൻഡോസ് വരുന്നുണ്ട്. അതേ മോഡലിലാണ് ഏറ്റവും ടോപ്പിലും വിൻഡോസ് വരുന്നത്. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ വിൻഡോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഗോള മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോർമൽ വിൻഡോസും ഇവിടെ പെർഗോള മോഡലിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നേരെ മുകളിലും വരുന്നുണ്ട്. റൂഫ് നിങ്ങൾ കണ്ടു, സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് നല്ല ഹൈറ്റിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. PVC പാനലിംഗ്, ഓപ്പൺ ഷെൽഫുകൾ, ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിലും നിറയെ ഡോർ വെച്ചിട്ട് കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഫ്ലോർ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്, ഭംഗിയായ ഡിസൈൻ ആണ്. പെട്ടെന്ന് അഴുക്കൊന്നും ആയിക്കഴിഞ്ഞാൽ അറിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം നല്ല സ്പേഷ്യസ് ആണ്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന ഈ ഒരു ഏരിയ ഒക്കെ നോക്കുവാണെങ്കിൽ ഒട്ടും കൺജസ്റ്റഡ് അല്ല. നമുക്ക് വീടിനകത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര വലിയ അലമാരയാണെങ്കിലും കട്ടിലാണെങ്കിലും ഒക്കെ ഇതുവഴി കൊണ്ടുപോകാനായിട്ട് നല്ല സ്പേഷ്യസ് ആണ് എൻട്രൻസ് വരുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസിന്റെ ഒരു പോർഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളുടെ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കാണാം. താഴെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 10.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ധാരാളം വിൻഡോസ് ആവശ്യത്തിന് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരു പ്രത്യേക അലൈൻമെന്റിലാണ് ആ ഒരു ചെറിയ ഗ്യാപ്പുകളൊക്കെ കൊടുത്തിട്ട് അതിനിടയിൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്, ഇവിടുത്തെ കബോർഡുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഭംഗിയായ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു എൻട്രൻസ് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, വളരെ വൈഡ് ആയിട്ടും അതും വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകൾ, LED ബൾബുകളൊക്കെ കൊടുത്ത് നല്ല രസമായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. 11 അടി നീളവും 10 അടി വീതിയുമുണ്ട്. നല്ല വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. 8 ആളുകളെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. മിഡിലുള്ള പോർഷനൊക്കെ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പാഷു ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ്. ഫ്ലോർ ടൈലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വുഡൻ ഡിസൈനിലാണ്. ഇവിടെ നമുക്ക് വാട്ടർ ഫോളിംഗ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ആണ്. അതായി വരുന്നതേ ഉള്ളൂ. ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് മുകളിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയ നോക്കിയാൽ കാണാം. വീടിന്റെ ആ ഒരു ബാക്ക് സൈഡിലേക്കൊക്കെ പോകുന്ന ഏരിയ ആണ്. ഇവിടെയും സ്പേഷ്യസ് ആണ്. ഡൈനിങ് ഹാളിന് അടുത്ത് തന്നെയാണ് കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ. ഓപ്പൺ കിച്ചൺ ആണ്. വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കിയാൽ വൈറ്റ് ഗ്രാനൈറ്റിൽ, താഴെയൊക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ഉണ്ട്. എൻട്രൻസിൽ തന്നെ നമുക്ക് നല്ലൊരു ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. കിച്ചണകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസിലും വൈറ്റ് കളറുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 വിൻഡോസ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് 3 വിൻഡോസും അതിന് താഴെയായിട്ട് നമുക്ക് പൈപ്പ് കണക്ഷനും സിങ്കും ഒക്കെ വരുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് മുകളിലും താഴെയുമായിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡോറ് വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു വഴിയാണ്. ഇവിടെയായിട്ട് നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനായിട്ട് വലിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലോറ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് റൂഫും സൈഡും മാത്രം കവർ ചെയ്താൽ മതി. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന വീടിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ നമുക്കിനി വാഷ് ഏരിയ ആണ് കാണേണ്ടത്. സ്റ്റെയർ കേസിനടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ നല്ല ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് ആണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ടാണ് ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലെല്ലാം ഗ്രാനൈറ്റ് ആണ്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാലും നല്ല ഡിസൈനിലൊക്കെയാണ് നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും സെറയുടെയാണ്. താഴെയുള്ള രണ്ടാമത്തെ ബാത്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലാണ്. റൂഫിൽ നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് കിട്ടുന്നുണ്ട്.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. പെർഗോള മോഡലാണ് ഇട്ടിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ വലിയൊരു റൗണ്ട് കൊടുത്തിട്ട് അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളും സൈഡുകളിലൊക്കെ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നമ്മൾ ഇവിടെ നിന്ന് കടന്നു വരുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമുക്ക് ഏരിയ ഉണ്ട്. നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യത്തിന് വലിപ്പമുള്ളൊരു ഹാളാണ്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഭംഗിയായിട്ട് നല്ല അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളുമായിട്ട് കൊടുത്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളുടെ വർക്കുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഡോർ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൈലിന് കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും നമുക്ക് വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് കണക്ഷൻ എല്ലാം ഇവിടെയാണ് വരുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. മുകളിൽ എത്തുന്നത് വരെ അത് കവർ ചെയ്തിട്ടുണ്ട്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം ഒരുപാട് വീടുകളുണ്ട്. മറ്റുള്ള വീടുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ചുറ്റിനും നമുക്ക് വിൻഡോസ് കാണാം. 2 സിംഗിൾ വിൻഡോസും 3 വിൻഡോസ് അവിടെയും വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷനിൽ മാത്രം ഗ്യാപ്പ് കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് ഇവിടെ കിട്ടുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള മെറ്റീരിയലാണിത് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ലൊരു ക്ലൗഡ് ഡിസൈൻ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെപ്പ് കയറി വന്നപ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് നമ്മൾ കണ്ടത്. നമുക്കിനി ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കാം. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഹാൻഡ് റൈൽസ് കാണാം. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് ഇതിന് താഴെ വരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മുകളിലുള്ള വിൻഡോസ് ഒക്കെ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ടാണ് അതിന്റെ കൂടെ നമുക്ക് ആ ഒരു മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകൾ പോലെയാണ് ഗ്യാപ്പ് കൊടുത്തിട്ട് LED സ്ട്രിപ്പുകൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. മിഡിൽ പോർഷനിലുള്ള ഈ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിലേക്കാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി തുറന്നാൽ വ്യൂ കിട്ടുന്നത്. 4ാമത്തെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം നോക്കുവാണെങ്കിലും ബാത്റൂമിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്നുണ്ട്. താഴെ കണ്ടതുപോലെ സെയിം ഗ്രേ കളർ ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നമുക്ക് ബാൽക്കണി 2 ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു കവേർഡ് ബാൽക്കണിയാണ്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ PVC പാനലിംഗ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പില്ലറിന്റെ ഡിസൈൻ നോക്കിക്കോളും. ഭംഗിയായ വർക്കാണ്. ഇവിടെ നമുക്ക് ഹാൻഡ് റൈൽസും സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്ത് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് ഒരു ചെറിയ ഗേറ്റും സ്റ്റെപ്സും ഉണ്ട്. അത് തുറന്നാൽ നമുക്ക് ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. 2 സ്ഥലത്ത് നിന്നാലും വീടിന്റെ ഫ്രണ്ട് റോഡിലേക്കുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് 300 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. ചുറ്റിനുമുള്ള വീടുകളെല്ലാം തന്നെ സെയിലായി ആളുകൾ താമസമായതാണ്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4,250 ആണ്. സ്ക്വയർ ഫീറ്റ് 2,100. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. 4 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. വൈഡ് ആയിട്ടുള്ള റോഡാണ് വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. വീടിനകത്തേക്ക് കയറിയാൽ കിണർ വെള്ളമുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു പാഷീവ് ഏരിയ കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റിക്ക് ആയിട്ടുള്ള നല്ലൊരു സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയക്കുള്ള സ്പേസും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് കളമശ്ശേരി, ആലുവ, ഇടപ്പള്ളി, എറണാകുളം എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ആണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീട് 78 ലക്ഷം രൂപയ്ക്കാണ് സെയിലിനിട്ടിരിക്കുന്നത്. 78 lakhs എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും.
നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ അത് മാർബിൾ ഹോംസ് തന്നെ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീടിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു, പ്രൈസ് അറിഞ്ഞു, ഇനി ഒട്ടും വൈകണ്ട, ഫോൺ എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെയും മനോഹരമായ വീടുകളുടെയൊക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.